Hello, welcome to YouTube. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗിറ്റിലെ മെർജ് കോൺഫ്ലിക്റ്റുകൾ നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്ന രീതിയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗിറ്റിൽ എപ്പോഴാണ് മെർജ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, ആ മെർജ് കോൺഫ്ലിക്റ്റ് വരാനുള്ള റീസൺ എന്താണ്, അതെങ്ങനെയാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുക എന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു മെർജ് കോൺഫ്ലിക്റ്റ് വരുന്നത് എന്ന രീതിയിലാണ് നമുക്ക് ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഗിറ്റിൽ നമ്മൾ സംഭവിക്കുന്നത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഗിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മൾ ഈ ബ്രാഞ്ചസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ചേഞ്ചസ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ടായിരിക്കും. ഈ മെയിൻ ബ്രാഞ്ചിലായിരിക്കും നമ്മുടെ എല്ലാ ചേഞ്ചസും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, എന്തെങ്കിലും നമുക്കൊരു അഡീഷണൽ ഒരു ഫീച്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെയിൻ ബ്രാഞ്ചിൽ നിന്നായിരിക്കും പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കും. എന്നിട്ട് അതിനെന്ത് ചെയ്യും, അതിൻ്റെ പേര് കൊടുക്കും. പാച്ച് 1 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു പുതിയ ഫീച്ചർ ഒരാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വേറൊരാൾ പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ പുതിയ ഫീച്ചർ ആഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ എന്തിനെ ഉണ്ടാക്കണം, മെയിൻ തന്നെ നമ്മൾ പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അടുത്ത ബ്രാഞ്ച് ഉണ്ടാക്കും. അടുത്ത ബ്രാഞ്ച് എന്ത് ചെയ്തു, പാച്ച് 2 എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാക്കി, പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ 2 ബ്രാഞ്ച് ഉണ്ട്, പാച്ച് 1ഉം പാച്ച് 2 എന്ന് പറഞ്ഞിട്ട് 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിൽ പാച്ച് 1 എന്ന് പറയുന്നത് പാച്ച് 1ൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടാണ്, പാച്ച് 2ൽ വർക്ക് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാച്ച് 1 എന്ന് പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചിലെ അതായത് ആ ഫീച്ചറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ പാച്ച് 1നെ നമ്മൾ മെയിനിലോട്ട് മെർജ് ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് നമ്മുടെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫീച്ചർ ഓക്കെ ആയി, ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവത്തിനെടുത്തിട്ട് നമ്മുടെ ഈ ചേഞ്ച് വരുത്തിയ സാധനത്തിനെടുത്തിട്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ട് പുഷ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഇങ്ങനെ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗിറ്റ് പറയും സമ്മതിക്കില്ല, ഇവിടെ വേറെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഈ ചേഞ്ചസും കൂടി ഈ ബ്രാഞ്ചിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മെർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ പറയും. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ ബ്രാഞ്ചിൽ ഓൾറെഡി പാച്ച് 1 ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്രാഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് മെർജ് ചെയ്യാൻ ശ്രമിക്കും, പാച്ച് 2ലോട്ട് മെർജ് ചെയ്യാൻ ശ്രമിക്കും. ഓൾറെഡി ഇത് മെയിൻ എന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഡീഷണലി ഇപ്പോൾ എന്ത് ചേഞ്ച് ഉള്ളത്, പാച്ച് 1ലുള്ള ചേഞ്ച് ഓൾറെഡി ആയിട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മൊത്തമായിട്ട് നമ്മൾ ഇതിലോട്ട് മെർജ് ചെയ്യുന്ന സമയത്ത് പാച്ച് 1ലെ ചേഞ്ചും കൂടി ഇങ്ങോട്ട് വരും. ഓക്കെ, എപ്പോഴാണ് നമ്മുടെ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ a.cpp എന്ന് പറഞ്ഞൊരു ഫയലുണ്ട് വിചാരിക്കുക. ഓക്കെ, അതായത് മെയിനിൽ a.cpp ഫയലുണ്ട്. ആ പാച്ച് 1ലെ a.cpp ഫയലിലെ ലൈൻ നമ്പർ 1ൽ ഒരു എഡിറ്റ് വരുത്തി എന്ന് വിചാരിക്കുക. ഈ ഡെവലപ്പർ ലൈൻ നമ്പർ 1ൽ എഡിറ്റ് വരുത്തി. ഓക്കെ, പാച്ച് 2ലും a.cpp ഫയൽ ഉണ്ടാവും, കാരണം മെയിൻ എന്നാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ a.cpp ഫയലിൽ ഞാനും എന്ത് ചെയ്തു വെച്ചാൽ ലൈൻ നമ്പർ 1ൽ ഒരു എഡിറ്റ് വരുത്തി. പക്ഷേ വേറെ എഡിറ്റുകളാണ്. നമ്മൾക്ക് എന്ത് വെച്ചാൽ പുതിയ ഇമ്പോർട്ട് ഫയലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈൻ നമ്പർ 1 തന്നെ ചെയ്തു വിചാരിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മെർജ് ചെയ്യുന്ന സമയത്ത് ഗിറ്റ് പറയും ഈ ബ്രാഞ്ചിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്, പക്ഷേ അതേ സെയിം സ്ഥലത്ത് തന്നെ ഈ ബ്രാഞ്ചിലും വേറെ കുറേ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഏത് ചേഞ്ചാണ് വെക്കേണ്ടത്, അതായത് ഒറിജിനൽ ചേഞ്ച് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്നെ ഏതാണ് ഒറിജിനൽ തീരുമാനിക്കുക, എന്നിട്ട് ഫിക്സ് ചെയ്യുക, എനിക്ക് സബ്മിറ്റ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ പ്രശ്നം വരുന്ന സംഭവം, കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുക, കോൺഫ്ലിക്റ്റ് വരിക. അതായത് ഒരേ ഫയലിൽ ഒരേ സ്ഥലത്ത് രണ്ട് ബ്രാഞ്ചസിൽ അല്ലെങ്കിൽ നമ്മൾ മെർജ് ചെയ്യുന്ന 2 ബ്രാഞ്ച് ഉണ്ടാവുമല്ലോ, അതിൽ സെയിം സ്ഥലങ്ങളിൽ ഒരേപോലെ ചേഞ്ച് വരികയാണെങ്കിൽ ഇതിന് കൺഫ്യൂഷൻ അടിക്കും. ഏതിലാണ് ചെയ്യേണ്ടത്, ഏതാണ് റിട്ടേൺ ചെയ്യേണ്ടത്, ഏതാണ് ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ രണ്ടും റിട്ടേൺ ചെയ്യണോ, ഈ കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ ആ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഗിറ്റ് എന്ത് ചെയ്യും, നമുക്ക് തരും, നമ്മളോട് തന്നെ ഫിക്സ് ചെയ്തോളം പറയും. അപ്പോൾ ആ പ്രശ്നമാണ് എന്ത് ചെയ്യുന്നത്, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയൽ ടൈം ആയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, ഇപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് നമുക്കൊന്ന് കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നേരെ ഗിറ്റ് ഹബിലോട്ടൊന്ന് പോവാം. അപ്പോൾ ഗിറ്റ് ഹബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ മൈ ഗിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് ഒരു റിപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ CD ഗിറ്റ് ഹബ് അടിച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതിന് ക്ലോൺ ചെയ്യണം. അപ്പോൾ ഗിറ്റ് ക്ലോൺ അടിച്ചു, അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് എടുത്തു. അപ്പോൾ മൈ ഗിറ്റ് ടെസ്റ്റിലോട്ട് ക്ലോൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്ലോൺ ചെയ്തു, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, മൈ ഗിറ്റ് ടെസ്റ്റിലോട്ട് പോയി. ഓക്കെ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്കിവിടെ ഫയൽസ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഏത് ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്, ഗിറ്റ് ബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, മെയിനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കണം. പാച്ച് 1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബ്രാഞ്ച് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഗിറ്റ് ബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, പാച്ച് 1ലാണ് നിൽക്കുന്നത്. അതിനുശേഷം എല്ലാം അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും a.cpp ഫയലുണ്ട്. ഓക്കെ, ഞാൻ ഈ a.cpp ഫയൽ എടുത്തു, അതിനുശേഷം ഞാനിവിടെ #include IUStream അടിച്ചു. അതിനുശേഷം ഇൻഡ് മെയിൻ അടിച്ചു, Ctrl+Y സേവ് ചെയ്തു. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ a.cpp ഫയൽ മോഡിഫൈഡ് ആയിരുന്നു പറഞ്ഞു. ഇനി എന്ത് ചെയ്തു, ഗിറ്റ് ആഡ് -u എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. ഗിറ്റ് കമ്മിറ്റ് -m. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്മിറ്റ് കഴിഞ്ഞു, പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നാനോ a.cpp എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചേഞ്ച് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഇനി അതേ സമയത്ത് തന്നെ
വേറൊരു ഡെവലപ്പർ വന്നിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ മെയിനിൽ പോയിട്ട് a.cpp വേറെ ആൾക്കാർ പുഷ് ചെയ്യുന്നൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിവിടെ തന്നെ പോയിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റ് ഫയൽ അടിച്ചതിന് ശേഷം നമ്മൾ വേറെ ഡെവലപ്പർ ഇതിലോട്ട് കമ്മിറ്റ് ചെയ്തു പുഷ് ചെയ്തു വിചാരിക്കുക. കമ്മിറ്റ് ചെയ്തിട്ട് പുഷ് ചെയ്തു. അപ്പോൾ ആളെന്താ ചെയ്തു വെച്ചാൽ നാഷ് ഓക്കെ ഇൻഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. അതിനുശേഷം കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു. അതിനുശേഷം അപ്ഡേറ്റ് a.cpp ആഡഡ് ന്യൂ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ആഡ് ചെയ്തു. കമ്മിറ്റ് ചേഞ്ചസ് അടിച്ചു. ഈ a.cpp നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ സംഭവം ഇവിടെ വന്നു. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേഞ്ചസ് എല്ലാം എന്ത് ചെയ്യണം ഗിറ്റബിലോട്ട് പുഷ് ചെയ്തിട്ട് മെർജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാനെന്താ അടിക്കാൻ പോവാണ്. അപ്പോൾ ഗിറ്റ് പുഷ് ഒറിജിൻ പാച്ച് 1 എന്ന് എടുത്തിട്ട് അടിച്ചു. അപ്പോൾ ഇവിടെ പാച്ച് 1 എന്ന് പറഞ്ഞ സാധനം പോയി. കുഴപ്പമൊന്നുമില്ല. പാച്ച് 1 കണ്ടോ. ഓക്കെ ഞാൻ ഇവിടെ പാച്ച് 1 എടുത്തു. കമ്പയർ ആൻഡ് പുൾ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കമ്പയർ ആൻഡ് പുൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും കാണ്ട് ഓട്ടോമാറ്റിക്കലി മെർജ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടും സെയിം സ്ഥലത്ത് തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കണ്ട് മെർജും ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഫിക്സ് ചെയ്യണമെന്ന് എന്ത് ചെയ്യണം നമ്മൾ ലോക്കലി ആ മെയിൻ ബ്രാഞ്ചിനെ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റണം. ഓക്കെ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ഫുള്ളെന്നടിക്കുക. ഫുള്ളെന്നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ കിട്ടും. അപ്പോൾ ഗിറ്റ് ഫുള്ളെന്നടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഗിറ്റ് മെർജ് ഒറിജിൻ മെയിൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും കോൺഫിറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം മെയിനിൽ നമ്മൾ ഓൾറെഡി ചേഞ്ച് വരുത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ അപ്പോൾ മെയിനിലൂടെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നാനോ എവിടെയാണ് കോൺഫിറ്റ് വന്നിട്ടുള്ളത് a.cpp കോൺഫിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നാനോ a.cpp എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കോൺഫിറ്റ് വന്ന സ്ഥലം കാണാൻ പറ്റും. ഇവിടെ ഹെഡ് ഇവിടെ നമ്മുടെ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗിറ്റിന് കൺഫ്യൂഷനായി ഇതിലിപ്പോൾ ഏതാണ് വെക്കേണ്ടത്. ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഗിറ്റിനോട് പറഞ്ഞു കൊടുക്കണം IO സ്ട്രീമും വെക്ടറും വെക്കുക, ബാക്കിയെല്ലാം സെയിം ആക്കി വെക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഹെഡിനെ ഡിലീറ്റ് ചെയ്തു. ആ സംഭവം ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം IO സ്ട്രീം എന്ന് വെച്ചു, മെയിൻ എന്ന് വെച്ചു. കോൺഫിറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് നമുക്ക് എന്താണോ വേണ്ട രീതിയിൽ കോൺഫിറ്റ് ഫിക്സ് ചെയ്യാം. ഓക്കെ Ctrl+X Y എന്നടിക്കുക, സേവ് ചെയ്തു. അപ്പോൾ നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോഡിഫൈഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗിറ്റ് ആഡ് -u എന്ന് കൊടുക്കുക. അടിച്ചതിന് ശേഷം ഗിറ്റ് കമ്മിറ്റ് മാത്രം കൊടുക്കുക. ഓക്കെ ഗിറ്റ് കമ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് മെർജ് കമ്മിറ്റാണ്, അതിൽ കോൺഫിറ്റ് വന്നുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. അതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഗിറ്റ് കമ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓൾറെഡി ആ മെർജ് കമ്മിറ്റിൻ്റെ മെസ്സേജ് ഇവിടെ കാണും. ഓക്കെ എന്നിട്ട് ജസ്റ്റ് Ctrl+X അടിക്കുക, സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്തു കോൺഫിറ്റ് ഫിക്സ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഗിറ്റ് പുഷ് ഒറിജിൻ പാച്ച് 1 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ പുഷ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പോൾ പാച്ച് 1 നോക്കാൻ പറ്റും. പാച്ച് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ മെർജ് ഇതെടുത്തു, നമ്മളിപ്പോൾ പുഷ് ചെയ്ത് കാണാൻ പറ്റും. മെർജ് റിമോട്ട് കണ്ടോ a.cpp പ്രസൻ്റ് ആയിരുന്നു. ഓക്കെ ഇതിന് ശേഷം നമ്മൾ കമ്പയർ ആൻഡ് പുൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചെക്കിംഗ് മെർജബിലിറ്റി ഏബിൾ ടു മെർജ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് കൊടുക്കുക, അവിടെ പോയിട്ട് ഓട്ടോമാറ്റിക്കലി മെർജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുൾ റിക്വസ്റ്റ് കൊടുത്താലും അവിടെ ഓട്ടോമാറ്റിക്കലി മെർജ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മെർജ് കോൺഫിറ്റ് അടിക്കും. ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോൺഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതും ആ കോൺഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ അപ്പോൾ ഇതാണ് മെർജ് കോൺഫിറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത്. ഓക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയ ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ ബൈ.